നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കുകയും സംഘടന പിരിച്ചുവിടുകയും ചെയ്തത്. ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറയുന്നത്. മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഈ വേളയിൽ മലയാള സിനിമകൾക്ക് കാര്യമായ ജനപ്രീതി ലഭിക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾക്ക് ജനപ്രീതി ഇല്ലെന്നുമാണ് ചില യൂട്യൂബ് ചാനലുകൾ പറയുന്നത്. മഞ്ജു വാര്യരുടെയും മീര ജാസ്മിന്റെയും ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കയറുന്നില്ലെന്നും 2 സൂപ്പർ നായികന്മാർക്ക് പഴയ ആ ഒരു ജനപ്രീതിയൊന്നുമില്ലെന്നാണ് പറയുന്നത്. മഞ്ജുവിനെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വിവരം പുറത്തെത്തുന്നത്. ഇതിനു മുമ്പ് ദിലീപിനായിരുന്നു ഈ അവസ്ഥ, എന്നാൽ ഇപ്പോൾ അത് മഞ്ജുവിനായിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അടുത്ത കാലങ്ങളിലായി മലയാളത്തിൽ റിലീസാകുന്ന മഞ്ജു വാര്യർ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷിച്ച ജനപ്രീതി സ്വന്തമാക്കാനോ തിയേറ്ററുകളിൽ ആളുകളെ കൂട്ടാനോ കഴിഞ്ഞിരുന്നില്ല. തമിഴിൽ മഞ്ജുവിനെ തിരക്കേറുന്നുണ്ടെങ്കിലും മഞ്ജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കൂടുതലും മലയാളത്തിലാണ്. അതിനാൽ തന്നെ മലയാള പ്രേക്ഷകർ ദിലീപിനെ തഴഞ്ഞതുപോലെ മഞ്ജുവിനെ തഴയുന്നുവെന്നും അങ്ങനെയെങ്കിൽ ദിലീപിന് കിട്ടിയതിനേക്കാൾ വലിയ പണിയാണ് മഞ്ജുവിനെ ലഭിക്കുക എന്നുമൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഇനി മഞ്ജുവിന് സിനിമകൾ കുറയുന്നുവെന്നും മലയാള സിനിമ തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കവേ പരീക്ഷണങ്ങൾക്ക് നിർമ്മാതാക്കൾ മുതിരില്ലെന്നും മഞ്ജു ഒരു ഇടവേളയെടുത്ത് വലിയൊരു തിരിച്ചുവരവ് നടത്തുകയാണ് നല്ലതെന്നൊക്കെയാണ് പലരും പറയുന്നത്. അതേസമയം WCC രൂപീകരണത്തിന് മുമ്പ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് WCC അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, WCC സ്ഥാപക അംഗമായ ഒരേയൊരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് ഈ നടി പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ലായിരുന്നു. എന്നാൽ ഈ നടി മഞ്ജു വാര്യരാണെന്ന് സോഷ്യൽ മീഡിയയിലെ സംസാരം. മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത്. മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം. ഇതിന്റെ പേരിൽ നടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഏറെ ചർച്ചയായ സിനിമയാണ് മഞ്ജു വാര്യരുടെ ഫൂട്ടേജ്. വിശാഖ് നായരും ഗായത്രി അശോകും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇരുവരും ഒന്നിച്ചുള്ള ടീസർ വലിയ ശ്രദ്ധ നേടിയിരുന്നു. എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ്. മലയാളത്തിൽ ഇതുവരെ കൊണ്ടുവരാത്ത പരീക്ഷണങ്ങളിലുള്ള ശൈലിയാണ് ചിത്രത്തിന്റെ അവതരണം. കുമ്പളങ്ങി നൈറ്റ്സ്, അഞ്ചാം പാതിര, മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ ശ്രദ്ധേയനാണ് സൈജു ശ്രീധരൻ.